Opening hours with MyFin. ഏതായാലും വിപണിയുടെ മറ്റ് കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, എന്തായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് അല്പം ഒരു ഫ്ലാറ്റ് ഇടുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലോട്ട് മാറിയിട്ടുണ്ട്. നിഫ്റ്റി 26,181 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 26,250 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ നമുക്ക് ഇന്നൊരു ക്ലോസ് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഓൾ ടൈം ഹൈക്ക് തന്നെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ലോങ് പൊസിഷൻസ് കൈവശം ഉണ്ടെങ്കിൽ 25,950 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സർ, ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,945 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 0.3% ഒരു ഇടിവാണ് നമുക്ക് കാണുന്നത്. 178 പോയിന്റിൻ്റെ ഇടിവുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തുടരുന്നു. എങ്കിലും നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ പുതിയ ബൈങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 59,700 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമ്മൾ വീക്ക്നെസ്സിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സാറിന് റിലയൻസിൻ്റെ റിവ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് 4% മുകളിലേക്ക് ഒരു ഇടിവ് ബ്ലൂംബർഗിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ടതിന് ശേഷം, ആ ഒരു വാർത്തയ്ക്ക് ശേഷമൊക്കെ ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഒരു നേട്ടം റിലയൻസിൻ്റെ ഓഹരിയിൽ കാണുന്നുമുണ്ട്. 1,512 എന്നൊരു വിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ എന്റെ അഭിപ്രായത്തിൽ ആ ഒരു ബ്ലൂംബർഗിന്റെ ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ അല്ലായിരുന്നു ആ മാർക്കറ്റിന്റെ ആ ഒരു ഇടിവ് സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിച്ചത്. ആക്ച്വലി റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ നമ്മൾ ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതേ സെയിം ലെവലിലോട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 വർഷത്തിന് ശേഷമായിരുന്നു നമുക്ക് മിഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ കാണാൻ സാധിച്ചത്. നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന്റെ ബേസിസിൽ ഇതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പേര് നമ്മൾ ഡബിൾ ടോപ്പ് എന്ന് പറയുക. അതായത് പ്രൈസ് ഒരേ ലെവലിലോട്ട് രണ്ടാം തവണയും വരുന്നു. സോ റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ അതേ ലെവലിലോട്ട് മിഞ്ഞാന്നത്തെ ട്രേഡിംഗ് വന്നതിന് ശേഷമായിരുന്നു നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രിയിൽ ആ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. ഇത് ഒരു വിധത്തിലും നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിധത്തിലും റിലയൻസ് ഇൻഡസ്ട്രിയുടെ ഫണ്ടമെന്റൽസിന് ഒരു വിധത്തിലും ഇത് ബാധിച്ചിട്ടില്ല. സോ നമ്മൾ ഇത്തരം ഒരു വാർത്ത റൂമേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മളൊരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. സോ റിലയൻസിന്റെ കേസിൽ നമ്മൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം കാണാൻ സാധിച്ച. നാച്ചുറലി അത്രയും വലിയൊരു മുന്നേറ്റത്തിന് ശേഷം വി വിൽ സീ പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നാച്ചുറലി ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 1,440 എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ അറ്റ് ദിസ് പോയിന്റ് വെയിറ്റ് ആൻഡ് വാച്ച്. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു പുതിയ അവസരം നമുക്ക് ലഭിക്കുക, അതുവരെ കാത്തിരിക്കുക. സാർ, ഇനി ചോദിക്കാനുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് ജൂബിലന്റ് ഫുഡ് വർക്ക്സ് ആണ്. ഏതായാലും കമ്പനിയുടെ ഒരു Q3 നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വരുമാനത്തിൽ 13.4% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2,438 കോടി രൂപയാണ് ഇത്തവണ രേഖപ്പെടുത്താൻ സാധിച്ചത്. 5% വളർച്ച അവരുടെയൊക്കെ തന്നെ ഡോമിനൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഓഹരിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 542 എന്നൊരു പ്രൈസിൽ ഇന്ന് 0.79% ഇടിവാണ് കാണുന്നത്. ഷോർട്ട് ടൈം ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോഴും ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ഓഹരിയുടെ ട്രേഡിംഗ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളൊരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി നോ. ജൂബിലന്റ് ഫുഡ് വർക്ക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് തൽക്കാലം മാറ്റി നിർത്തണം. ബട്ട് വിഷ്ണുവിലോട്ട് തിരിച്ചു വരുന്നതിന് മുൻപ് എൻ്റെ ഒരു ശ്രദ്ധ ഇന്നത്തെ ട്രേഡിൽ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ വൺ ടെക്നോളജി സ്റ്റോക്ക് വിച്ച് ഹസ് ബീൻ അണ്ടർ പെർഫോമിംഗ്, ടാറ്റ ടെക്നോളജി. ടാറ്റ ടെക്നോളജി ഇന്ന് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം
ഇറ്റ് ഹാസ് ഓൾറെഡി ഗെയിൻഡ് അബൌട്ട് 5%. എനിക്ക് തോന്നുന്നത് ഇതിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. സോ ഇതേ സ്റ്റേജിൽ നമുക്ക് ഇന്ന് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 700 രൂപയായിരിക്കും. ടാറ്റ ടെക്നോളജിയുടെ കേസിൽ നമുക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ദിസ് ഹാസ് ബീൻ ബിഗ് ഡിസപ്പോയിന്റ്മെന്റ്. ലിസ്റ്റിംഗിന് ശേഷം വലിയൊരു സെൽ ഓഫ് ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടത്. And the stock is currently trading around the all-time low levels. So ഈ ഒരു സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് നല്ലൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസിന് അവസരം ശ്രദ്ധിക്കുക. മറ്റൊരു സെക്ടർ എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് നാച്ചുറലി ദ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. ഇന്നലെ വലിയൊരു നേട്ടമായിരുന്നു ഈ സെക്ടറിൽ കാണാൻ സാധിച്ചത്. ഇന്നും അതേപോലെ തന്നെ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദി തേർഡ് സെക്ടർ വേർ ടേൺ അറൌണ്ട് ഇസ് ഹാപ്പനിങ് ഇസ് ദ റിയാലിറ്റി സെക്ടർ. സോ റിയാലിറ്റി സെക്ടറിൽ എടുത്തു പറയാനുള്ള ചില സ്റ്റോക്സ് ഗോദ്രേജ് പ്രോപ്പർട്ടി, DLF, ഓബ്രോയ് റിയാലിറ്റി, ഇതിലൊക്കെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. സാർ, ഏതായാലും റിയൽറ്റി സെക്ടറിനെ കുറിച്ച് സൂചിപ്പിച്ച് സ്ഥിതിക്കുന്നത് ആ ഒരു സെക്ടറിൽ നിന്ന് ഒരു സ്റ്റോക്കിൻ്റെ ഒരു ബിസിനസ് അപ്ഡേറ്റ് ലഭ്യമായിട്ടുണ്ട്. ലോധയുടെയാണ്. ലോധയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രീ സെയിൽസിൽ 25% ഒരു വളർച്ച രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കളക്ഷൻസിലോട്ട് വരുമ്പോൾ 17% ഒരു ഇടിവുമാണ് കാണാൻ സാധിക്കുന്നത്. പുതിയതായി 5 പ്രോജക്റ്റുകൾ കൂടി കമ്പനി ആരംഭിച്ചു എന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ്സ് കൂടി അവർ നൽകിയിട്ടുണ്ട്. ലോധയുടെ ഒരു ചാർട്ട് ഇപ്പോൾ ടെക്നിക്കലി എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? Unfortunately, Lodha has been an underperformer. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് എന്റെ ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ 1860, ലോങ് ടേമിന് വേണ്ടി 1270 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ രണ്ട് റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞു ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2170. എനിക്ക് തോന്നുന്നത് താമസിക്കാതെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. DLFന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് 722, അതിനുശേഷം 762. ആൻഡ് ഫൈനലി ഓബ്രോയ് റിയാലിറ്റിയുടെ കേസിൽ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 1765. സാറിന് ടൈറ്റൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് ടൈറ്റൻ ഓഹരികൾക്ക്. 4.5% ഒരു നേട്ടമാണ് എന്തായാലും നമുക്ക് ടൈറ്റൻ്റെ ഓഹരികൾ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ബിസിനസ് അപ്ഡേറ്റ് വന്നപ്പോൾ 38% ഒരു ബിസിനസ് വളർച്ചയാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. കൂടാതെ 79% ഒരു വളർച്ചയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ടൈറ്റന് രേഖപ്പെടുത്താൻ സാധിച്ചത്. കൺസ്യൂമർ ബിസിനസ്സിൽ 40% ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാച്ച് ബിസിനസ്സിൽ 13% ഒരു നേട്ടം എന്ന രീതിയിലാണ് ടൈറ്റൻ ഇപ്പോൾ ബിസിനസ് അപ്ഡേറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അതിൽ ഓഹരിയെ സംബന്ധിച്ച് നമ്മളൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് കറൻറ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുമാണ് ടൈറ്റനിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ടൈറ്റൻ്റെ ഓഹരിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? ടൈറ്റന്റെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഒരേ ഒരു പ്രോബ്ലം ഈ സ്റ്റോക്കിൽ ഓർക്കേണ്ടത്, സ്റ്റോക്കിൽ നമുക്ക് December 9 ശേഷം പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സോ ഷോർട്ട് ടേമിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സോ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രം പുതിയ പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. സാർ, അവസാനമായി നമുക്കൊരു IT ഓഹരിയുടെ കാര്യമാണ് ചോദിക്കാനുള്ളത്. അതായത് ഇന്ന് വിപ്രോയെ സംബന്ധിച്ച് IT ഇൻഡെക്സിൽ ഇന്ന് മികച്ചൊരു മുന്നേറ്റം 2% ഒരു നേട്ടം രേഖപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. IT ഇൻഡെക്സ് ആയാലും ഇന്നൊരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. IT ഇൻഡെക്സിന് പുറമെ ഈ ഒരു എസ്പെഷ്യലി ഈ ഒരു വിപ്രോയിലോട്ട് വരുമ്പോൾ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് വിപ്രോയിലുള്ളത്? IT ഇൻഡെക്സിനോടൊപ്പം തന്നെ കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആ വിപ്രോയിൽ നടന്നിരിക്കുന്നത്. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 260 രൂപയുടെ സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വീണ്ടും പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാൻ IT ഇൻഡെക്സിലോട്ടും IT സെക്ടറിലോട്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ബ്രോക്കിംഗ് കമ്പനിയുടെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തായിരുന്നു ഈ സെക്ടറിൽ ഒരു സെൽ ഓഫ് പെട്ടെന്ന് വന്നത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമുക്കറിയാം റിലയൻസിന്റെ കേസിൽ ബ്ലൂംബർഗിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തായിരുന്നു വലിയൊരു സെൽ ഓഫ് വന്നത്. നമ്മൾ ഒരിക്കലും അത്തരം ഒരു റൂമർ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് തീരുമാനം എടുക്കാൻ നോക്കരുത്. അത് വളരെ റിസ്കി ആയിരിക്കും. ആൻഡ് വി വിൽ ഗെറ്റ് ഇൻ ടു എ ട്രാപ്പ്.
സോ സ്വന്തമായിട്ട് തന്നെ സ്റ്റഡി ചെയ്യുക, സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യുക, ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് ആയിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം പുതിയ പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. വിപ്രോയുടെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 272 രൂപയിൽ. താങ്ക് യു പ്രദീപ് സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചത്. താങ്ക് യു വിഷ്ണു. Opening hours with MyFin.